Hello friends, welcome to my YouTube channel Andro Creations. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ബാറ്ററിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി വീർത്തു പോയാൽ എന്ത് ചെയ്യാം, അത് റെഡിയാക്കി എടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പലപ്പോഴൊക്കെ ഷോപ്പിലൊക്കെ കൊണ്ടുവരുന്ന ചില ഫോണുകളുടെ ബാറ്ററി റിമൂവ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വീർത്തിരിക്കും. കസ്റ്റമറോട്ട് ബാറ്ററി മാറണം എന്ന് പറയുമ്പോഴത്തേക്കും അവർ പറയും ചേട്ടാ മാറണ്ട, അത് നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ആ വീർത്തത് മാറ്റി തന്നാൽ മതി, നമ്മൾ ഉപയോഗിച്ചോളാം എന്നൊക്കെ അവർ പറയാറുണ്ട്. പക്ഷേ അങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും. യൂട്യൂബിലൊക്കെ ചില വീഡിയോസുകളുണ്ടാവും, ഇതേപോലെ വീർത്ത ബാറ്ററി റെഡിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുകൾ ഞാൻ കണ്ടിട്ടുണ്ടാകും. ഈ വീർത്ത ഭാഗത്ത് സൂചി കൊണ്ടൊക്കെ പൊട്ടിച്ച് ആ ഗ്യാസ് പുറത്ത് കളയുന്ന ഒരു മെത്തേഡാണ് പല വീഡിയോസുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, യൂട്യൂബിലേക്ക് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഒരിക്കലും നിങ്ങളുടെ അത് റെക്കമെൻഡ് ചെയ്യത്തില്ല. ബാറ്ററി വീർത്ത് കഴിഞ്ഞാൽ അത് മാറുക എന്നുള്ളതല്ലാതെ വേറെ സൊല്യൂഷൻസ് ഇല്ല. ഇതിൻ്റെ അകത്തുള്ള ഗ്യാസ്, അതായത് ബാറ്ററി വീർക്കുക എന്ന് പറയുന്നത് ബാറ്ററിയുടെ സെല്ല് ഡാമേജ് ആയി അതിൽ വരുന്ന കെമിക്കൽ റിയാക്ഷൻ മുഖേന അതിലെ ഗ്യാസ് പുറത്ത് വന്ന് സീലിൽ വന്നിട്ട്, ഇവിടെ ഒരു സീലിൻ്റാണ്, ഈ സീല് വന്നിട്ട് ഗ്യാസ് പുറത്ത് പോവാതെ ആ ഒരു സീല് വീർക്കുന്ന ഒരു ഇതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ബാറ്ററി വീർക്കുക എന്ന് പറയുന്നത് സെല്ല് വീക്കായിട്ട് ഗ്യാസ് പുറത്തുവരുന്ന ഒരു ഇതാണ്. അത് നമ്മൾ ഇതിൻ്റെ ഗ്യാസ് കുത്തി പുറത്തോട്ട് കളഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ബാറ്ററി പെർഫെക്റ്റ് ആകത്തില്ല, ബാറ്ററി ആ ഒരു കംപ്ലൈൻറ്റ് മാറത്തുമില്ല. ബാറ്ററി ഡാമേജ് എന്ന് പറഞ്ഞാൽ ബാറ്ററി ഡാമേജ് തന്നെയാണ്. സെല്ല് വീക്കായി കഴിഞ്ഞാൽ അത് മാറുക എന്നുള്ളതല്ലാതെ വേറെ പോകാൻ വഴിയില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിൽ നിന്ന് വരുന്ന ഗ്യാസ് എന്ന് പറയുന്നത് വളരെ നമുക്ക് വളരെ നല്ല ഗ്യാസ് അല്ല. അത് ഏത് നിമിഷവും സ്പാർക്കൊക്കെ വരികയാണെങ്കിൽ അത് കത്തിപ്പിടിക്കാനുള്ള ചാൻസൊക്കെ ഉള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ ഉള്ള ഒരു ഗ്യാസാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ബാറ്ററി വീർത്തു എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാറ്ററി മാറുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ ബാറ്ററി വീർത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ, നമുക്ക് മിക്കവാറുമൊക്കെ നമ്മുടെ ഫോണിൽ ഇൻബിൽറ്റ് ബാറ്ററികളായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി ഇളക്കി ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിലെ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും നിറവ്യത്യാസം, ഏതെങ്കിലും സൈഡിൽ എവിടെയെങ്കിലും നിറവ്യത്യാസം തോന്നുക, നമ്മൾ കൈ കൊണ്ട് ബാക്കിലോ ഫ്രണ്ടിലോ ജസ്റ്റ് ഒന്ന് തടവി നോക്കുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ബഡ്ജായിട്ട് വരുന്നതായിട്ട് കാണുക, വീർത്തിരിക്കുന്നതായിട്ട് ബാക്ക് സൈഡ് പൊങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധപ്പെടുക. അതുപോലെ തന്നെ ഡിസ്പ്ലേ ഇത് ഗമ്മിട്ടാണ് ഡിസ്പ്ലേ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇളവി ഡിസ്പ്ലേ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിലോ, അതായത് ബാറ്ററി വീർക്കുമ്പോഴത്തേക്കും അത് തള്ളും, നമ്മുടെ ഡിസ്പ്ലേയിലും അതുപോലെ ബാക്ക് കവറിലൊക്കെ തള്ളുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയുടെ ഒട്ടിപ്പിളവി ഡിസ്പ്ലേ പുറത്തോട്ട് ഇളവി വരും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അതേപോലെ ബാറ്ററി ബാക്കപ്പ്, നിങ്ങളുടെ ഫോണിൽ ഒട്ടും ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നില്ല, ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഷോപ്പിൽ കൊടുത്ത് നിങ്ങളുടെ ബാറ്ററി നിങ്ങൾ ചെക്ക് ചെയ്യുക. അല്ല, നിങ്ങൾ ബാറ്ററി ചെക്ക് ചെയ്യാതെ തന്നെ നിങ്ങളത് കൊണ്ടുപോവുകയാണെങ്കിൽ, ബാറ്ററി വീർത്ത ഒരു പ്രോബ്ലംസ് നിങ്ങളുടെ ഫോണിലുണ്ട്, നിങ്ങളത് ചെക്ക് ചെയ്യാതെ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാറ്ററി മാറ്റാതെ തന്നെ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളെ ഡിസ്പ്ലേ തന്നെ പെട്ടെന്ന് ഡാമേജ് ആക്കും. ഡിസ്പ്ലേ ബെൻഡായിട്ട് ഡിസ്പ്ലേയിലേക്ക് ആ ഒരു തള്ളിയിട്ട് ഡിസ്പ്ലേ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബോർഡ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്, ഫോൺ തന്നെ പെട്ടെന്ന് ഷോർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഫോൺ തന്നെ വളരെ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബാറ്ററി ബഡ്ജാണെങ്കിൽ, ബാറ്ററി വീർത്തു എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ ഷോപ്പിൽ കൊണ്ട് ചെക്ക് ചെയ്ത് ബാറ്ററി മാറുക തന്നെ ചെയ്യുക. അല്ലാതെ ഇതിൻ്റെ ഗ്യാസ് കുത്തി പുറത്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും യൂസ് ചെയ്യുന്നത് ഒട്ടും നല്ലൊരു കാര്യമല്ല. അത് വീണ്ടും വീർക്കുകയും ചെയ്യും, അതുപോലെ തന്നെ കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഓർക്കുക, ബാറ്ററി വീർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് ബാറ്ററി മാറുക എന്നുള്ളതാണ് സ്ഥായിയായിട്ടുള്ള ഒരു സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ബാറ്ററി വീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും മാർഗ്ഗത്തിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ള പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി തന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായി നിങ്ങൾ ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.